ഹായ് ഫ്രണ്ട്സ്, മണ്ണത്തി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും അഗ്ലോണിമയുടെ ഒരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ പ്ലാൻസ് ഞാൻ കാട്ടിയപ്പോൾ അതിനൊക്കെ ഉപ്പാട് ഞാൻ നമ്മുടെ എല്ലാ പ്ലാൻസും ഒന്ന് കാട്ടിത്തരാം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പ്ലാൻസും കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചില വെറൈറ്റീസ് മാത്രം ഇങ്ങനെ ബുഷി പോട്ടും ചിലപ്പോൾ നമ്മുടെ കാറ്റലോഗിൽ ഉണ്ടാവില്ല. സിംഗിൾ പ്ലാൻസ് നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ കാറ്റലോഗ് നോക്കി കഴിഞ്ഞാൽ പ്ലാന്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. DDDC സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പ്രൊഫഷണൽ വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി പ്രൊഫഷണലൊക്കെ അയക്കുമ്പോൾ നമുക്ക് ആ ഒരു ബോക്സിൻ്റെ വെയിറ്റ് ഒന്നും പ്രശ്നമല്ല. വളരെ അഫോർഡബിളായിട്ടാണ് നമുക്കിപ്പോൾ അയക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബൾക്കൊക്കെ ആണെങ്കിൽ ഇൻഡോർ അല്ലെന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രൂട്ട് പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ KSRTC റെയിൽവേ വഴി നമുക്ക് അയക്കാൻ സാധിക്കും. നിങ്ങളുടെ നിയറസ്റ്റ് ഉണ്ടായിരിക്കണം. നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് പ്ലാന്റ്സ് അയക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കോമ്പോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മണ്ണുത്തിയാണ്. മണ്ണുത്തി മയൂര ബാർ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഫസ്റ്റത്തെ റൈറ്റാണ് നമ്മുടെ വഴി വരുന്നത്. എളുപ്പമാണ്. മെയിൻ റോഡിൽ നിന്നൊരു 20 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതലായിട്ടുള്ളത് അഗ്ലോണിമയുടെ അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ടുള്ള വെറൈറ്റീസാണ്. കൂടുതൽ പ്ലാന്റ്സ് നമ്മൾ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റിൻ്റെ കുറച്ചും കൂടി പണി നമുക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പൂർണ്ണമായിട്ടുള്ള എല്ലാ പ്ലാന്റ്സും കൊണ്ടുപോയിക്കുള്ളൂ. ഇവിടെ ഞാൻ നമ്മുടെ കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തായ് കൺസൾട്ടേഷൻ്റെ പ്ലാന്റാണ്. ഇത് നമുക്ക് പൂനെയിൽ നിന്ന് വന്നിട്ട് കുറച്ചായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഇതിലും സെറ്റ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ പ്ലാന്റ് നമ്മൾ അപ്പോൾ തന്നെ സെയിൽ ചെയ്യില്ല. വന്ന് കുറച്ച് നമ്മുടെ ക്ലൈമറ്റിലൊന്നും വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ സെയിൽ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വഴിയെ കാട്ടിത്തരാം. ഞാൻ ബോറടിപ്പിക്കണില്ല. നമ്മുടെ കോമ്പോലത്തെ പ്ലാന്റ്സ് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ കോമ്പോയ്ക്ക് റേറ്റ് വരുന്നത് 600 ആണ്. 600 രൂപയാണ്. പ്ലാന്റിൻ്റെ സൈസ് കണ്ടല്ലോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റിനാണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഷൂട്ടുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കോംബോ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ വെറൈറ്റീസും ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് റയർ വെറൈറ്റീസാണ് ഞാനതിൽ വെക്കാത്തുള്ളൂ. നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. 4 പ്ലാന്റ് റേറ്റ് വരുന്നത് 600 ആണ്. അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ്സ് ഓർഡർ എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഈ പ്ലാന്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ സിംഗിൾ പീസ് ആയിട്ടും അവൈലബിൾ ആണ്. റേറ്റ് ചെറിയ വേരിയേഷൻ ഉണ്ടായിരിക്കും. കോമ്പോയിൽ ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ നമ്മളതനുസരിച്ച് ഇവിടുന്ന് കുറച്ച് തരുന്നതായിരിക്കും. ഇൻസൈഡ് കേരള ചാർജ് വരുന്നത് 70 ആണ്, 70 രൂപയാണ്. തമിഴ്നാട്, കർണാടക ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് 100 ആണ് റേറ്റ് വരുന്നത്. പിന്നെ പല വ്യത്യാസം ഉണ്ടായിരിക്കും. സ്പീഡ് പോസ്റ്റും DDDCയും ഏകദേശം സെയിം റേറ്റിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഓർഡർ തരുമ്പോൾ നിങ്ങളുടെ അടുത്ത് സർവീസ് സെൻ്റർ ഉണ്ടോ അവിടെ ഹോം ഡെലിവറി അവൈലബിൾ ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം ഒത്തിരി പേര് അമ്മമാർ നമുക്ക് ഓർഡർ തരുമ്പോൾ അവർക്കത് ചെന്ന് കളക്ട് ചെയ്യണം ഒത്തിരി പാട് പറയാറുണ്ട്. DDDC ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഡെലിവറി ആവുന്നുണ്ട്. പക്ഷേ ഇന്ത്യ പോസ്റ്റൊക്കെ ആണെങ്കിൽ 3 ഡേയ്സൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ കുറേ അയച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. മാക്സിമം പിറ്റേ ദിവസം തന്നെ നിങ്ങൾ സർവീസ് സെൻ്ററിൽ നിന്ന് വിളിച്ച് ചോദിക്കുക. നമുക്ക് ലൈവ് പ്ലാന്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പ്ലാൻ ചെയ്യണം.
നമ്മളിവിടെ നയിക്കുമ്പോൾ കൊക്കപ്പീറ്റും അതുപോലെ തന്നെ സ്പ്രേ ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് അയച്ചു തരുന്നത്. എന്നാലും നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി പേര് നമ്മൾ പറയാറുണ്ട് കളക്ട് ചെയ്യാൻ മറന്നു, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവച്ചു ബോക്സ് അൺബോക്സ് ചെയ്യാൻ മറന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ലൈവ് പ്ലാന്റ് ആണ്. നമ്മൾ എത്രയും പെട്ടെന്ന് ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ കുഴിച്ചിടാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ബോക്സിൽ നിന്ന് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. 4 പ്ലാന്റിൻ്റെ കോമ്പോണ് വരുന്നത്. 600 ആണ് റേറ്റ് വരുന്നത്. ഓരോ കോമ്പോസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാട്ടിത്തരാം. ഇതാണ് ഫസ്റ്റത്തെ കോമ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മുടെ തായ്ലൻഡ് റെഡിൻ്റെ പ്ലാന്റാണ്. ഇത് ഞാൻ കുറേ വീഡിയോയിൽ പറയാറുണ്ട്. ഇത് നമുക്ക് ഷെയ്ഡ് കുറവായിട്ടുള്ള പ്ലാന്റാണ്. നമുക്കൊരു തായ്ലൻഡ് വെറൈറ്റി അല്ല, നമുക്ക് വേറെ സെറ്റ് ലോഡ് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ റെഡ് ഷെയ്ഡ് കുറവാണ്, വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്. റെഡാണ് കേട്ടോ, ഇതെന്തായാലും റെഡായിട്ട് വരുന്നത്, ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ലക്കാശയുടെ ഒരു പ്ലാന്റാണ്. പിന്നെ അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ബിഗ് റോയുടെ ഒരു പ്ലാന്റ് ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ലാസ്റ്റ് വൺ ബ്യൂട്ടി റെഡിൻ്റെ ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചെറിയൊരു ബേബി ഷീട്ടും കൂടി ഉണ്ട്. നമ്മൾ ഈ സെയിം കോംബോ നമ്മൾ അയച്ചു കൊടുക്കുക. അപ്പോൾ ഒത്തിരി പേര് നമ്മൾ ചോദിക്കാറുണ്ട് പ്ലാന്റ് മാറുമെന്നൊക്കെ. ഇല്ല, ഈ ഒരു വീഡിയോയിൽ പ്ലാന്റ്സ് കഴിഞ്ഞതിന് മാത്രം ശേഷമായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ സെറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കോംബോ വന്നിരിക്കുന്നത്. 4 പ്ലാന്റ് 600 റുപ്പീസ്. നമ്മുടെ സെക്കൻഡ് കോംബോ, ഇതിൽ പിങ്ക് അജ്മാൻ്റെ ഒരു നല്ല ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് പീകോക്കിൻ്റെ ഒരു പ്ലാന്റ് ആണ്. അതിൽ ചെറിയൊരു ബേബി ഷൂട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പീകോക്ക്. തേർഡ് വൺ സ്പാർക്ലിങ്ങിൻ്റെ ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. ഇതിലും വൈറ്റ് ലക്കാശയുടെ ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് കോംബോ. 4 പ്ലാന്റ് 600. തേർഡ് കോംബോ റൈസ് നൊരേൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പിങ്ക് അജ്മാൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് റെഡ് സ്റ്റാർഡസ്റ്റ് ആണ്. അടിയിൽ 2 ഷൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. 4th വൺ പീകോക്കിൻ്റെ ഒരു പ്ലാന്റ്. കണ്ട, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. വീഡിയോയിൽ സൈസ് ഓൾമോസ്റ്റ് മനസ്സിലുണ്ടെന്നിരിക്കുന്നു. അത്ര ബിഗ് സൈസ് അല്ല, എന്നാൽ തീരെ ചെറിയ പ്ലാന്റും അല്ല. ഈ റേറ്റിൽ നിങ്ങൾക്ക് വളരെ അഫോർഡബിളായിട്ട് മേടിക്കാൻ പറ്റുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ തേർഡ് കോംബോ. 4th കോംബോയിൽ ബ്യൂട്ടി റെഡിൻ്റെ ഒരു പ്ലാന്റാണ്. നല്ല സൈസുണ്ട് പ്ലാന്റിന്. അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ബ്ലാക്ക് കോബ്രയാണ്. തേർഡ് വൺ ഫയർ റെഡിൻ്റെ പ്ലാന്റാണ്. റെഡ് ഷെയ്ഡായി വരുന്നതേ ഉള്ളൂ, കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. 4th വൺ റൂബി ബാത്തിക്കിൻ്റെ ഡബിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 4th കോംബോ. അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ്. ഇത് നമ്മുടെ ലാസ്റ്റത്തെ കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ സൂപ്പർ വൈറ്റിൻ്റെ നല്ല ഷെയ്ഡ് കയറിയിട്ടുള്ള ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബ്യൂട്ടി റെഡിൻ്റെ ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് കോബ്രയുടെ ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വൺ ബിഗ് റോയുടെ നല്ല സൈസുള്ള പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. 4 പ്ലാന്റ് വെറും 600 രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് കൊറിയർ അയച്ചു കൊടുക്കുന്നത്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. ഇൻസൈഡ് കേരള 70 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.